കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അധികാരത്തിൽ ചേർക്കുകയും പ്രസാദകരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കാട്ടരുവെ തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവനെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകല് ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മുട്ടുവിൻ ഞങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ല. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ശിശു കൂദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നവർ, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നവർ, യേശു മിശിഹായെ രക്ഷകനായി സ്വീകരിക്കുന്നവർ, ജോസഫ് ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോസഫ് മുദ്രിതനായിരിക്കുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും
സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായ നയിക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർശനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മേയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ക്രിസ്തുവിന്റെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിനാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം വെച്ചിട്ടുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ഇന്ന് ജിജോയുടെയും ഷാരോയുടെയും ആദ്യത്തെ കൺമണിയായ ഈ കൊച്ചിൻ്റെ മാമോദിസയിൽ പങ്കെടുത്ത് മാതാപിതാക്കന്മാർക്കും ശിശുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം എല്ലാവരും ദേവാലയത്തിൽ ആയിരിക്കുകയും പാപ്പച്ചനും
ബിലാമി, അതുപോലെ തന്നെ ഷാരോണിൻ്റെ മാതാപിതാക്കന്മാരായ തോമസും ഡേയ്സും. ആ 2 കുടുംബങ്ങൾ ഇന്ന് ഈ മാമോദിസയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനാപൂർവം ആയിരിക്കുകയും 2 പേരുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കാരണം ഷാരോണെ ജിജോയ്ക്ക് ഭാര്യയായിട്ട് കൊടുത്തു. പക്ഷെ ഇപ്പോൾ അവരൊരു കുടുംബമായിട്ട് മാറുകയും മറ്റത് ഭാര്യ ഭർത്താവും. അതിലുപരി ഇപ്പോൾ ശിശുക്കളെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ത്രിമൂർത്തികൾ ജിജോയും ഷാരോനും കൊച്ചും 3. ഇപ്പോൾ ഒരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അരൂപിയിൽ ജീവിക്കാൻ അവർക്ക് സാധ്യമാണ്. ശിശു ഉണ്ടായിരുന്ന അവസരത്തിലാണോ ശിശു ഇല്ലാത്ത അതാണോ സ്വാഭാവികത? ശിശു ഉള്ളപ്പോൾ കൂടുതൽ സന്തോഷമാണ്. കാരണം കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കി ഉത്തരവാദിത്തങ്ങൾ നേരത്തെ ജീവിക്കുന്നു. അപ്പോൾ കൂടുതൽ സന്തോഷം കുടുംബത്തിലുണ്ടാവുകയും അപ്പം അങ്ങനെ സന്തോഷമായിട്ട് ജിജോയും ഷാരോനും ഒരു ശിശുവിനെ ജന്മം നൽകി. അപ്പോൾ അതുപോലെ മാതാപിതാക്കന്മാർക്കും സന്തോഷമാണ്. കാരണം ഒരംഗം കൂടി കുടുംബത്തിലേക്ക് 2 പേരുടെ കുടുംബത്തിലേക്കും വന്നു. അപ്പോൾ അവർക്കും സന്തോഷം. ഇനി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാപിതാക്കന്മാർക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം മാതാപിതാക്കന്മാർക്കും തലതൊട്ടപ്പുഴയ്ക്കും ലഭിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ശിശുവിനെ വളർത്താൻ വേണ്ടിയിട്ട്, അതായത് മാതാപിതാക്കന്മാർക്ക് ആശ, അതുപോലെ തന്നെ കുടുംബത്തിന് പ്രകാശം, നാടിന് സേവന മാതൃക, ഈ 3 കാര്യങ്ങളും നിവർത്തിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ശിശുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം, അതുപോലെ ശിശുവിനെ വളർത്തേണ്ട വിധങ്ങളും സൂചിപ്പിക്കുക. അതായത് കുടുംബത്തിന് ആശ, അതുപോലെ തന്നെ ആശാകേന്ദ്രമായിരിക്കണം. മാതാപിതാക്കന്മാർ നാടിൻ്റെ സേവന മാതൃകയും കുടുംബത്തിന് പ്രകാശവുമായിട്ട് ഈ ശിശു വളർന്നു വരണം. അപ്പം അങ്ങനെ വെള്ളാനിയ കുടുംബത്തിൽ സേവന മാതൃക പിന്തുടരുന്ന, അത് ആ കുടുംബത്തിന് പ്രകാശമായിട്ട് വളർന്നു വരുന്ന, എല്ലാവർക്കും ആശ പ്രദാനം ചെയ്യുന്ന ഒരു ശിശുവായിട്ട് വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് മാമോദിസയിലും അത് തന്നെ ചെയ്യുന്നത്. ശിശുവിന് ഭൗതികമായിട്ടുള്ള ഒരു ജന്മം ലഭിച്ചു, അമ്മ ജന്മം നൽകി. രണ്ടാമത്തെ ഒരു ജന്മമോ, രണ്ടാമത്തെ ജനനമോ സഭയിലേക്ക് ജനിക്കുക എന്നുള്ളത്. അപ്പോൾ സഭയിലേക്ക് ഇന്ന് മാമോദിസ വഴി ജനിക്കുകയും ഇത്രയും നാളും ഈ ശിശുവിനെ അറിഞ്ഞിരുന്ന വെള്ളാനിയുടെ ജിജോയുടെയും ഷാനുവിൻ്റെയും മകൻ. പക്ഷെ ഇന്ന് മുതൽ വ്യത്യാസം വീട്ടുപേര് മാറുകയും വെള്ളാനി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിലെ ഒരു പേരാണ്, ചുരുങ്ങിയ ഒരു പേരാണ്, ഒത്തിരി അമ്മമാരൊന്നുമില്ല. പക്ഷെ ഇന്ന് മുതൽ ശിശുവിൻ്റെ വീട്ടുപേര് മാറുകയും കത്തോലിക്ക സഭയിലെ എന്നുള്ള വീട്ടുപേര് കിട്ടുക. വെള്ളാനി മനുഷ്യരുടെ താഴെ ചിലപ്പോൾ എഴുതാറുണ്ട്, RCS പോലെ എഴുതി കൊടുക്കുമല്ലോ, ഇത് തന്നെ. അപ്പോൾ ലോകം മുഴുവനുള്ള സഭയിലെ ഒരംഗമായിട്ട്, വലിയ തറവാട്ടിലെ വലിയ കുടുംബത്തിലെ അംഗമായിട്ട് ഈ മാമോദിസ സ്വീകരിക്കുമ്പോൾ ഈ ശിശു ആയിത്തീരുകയാണ്. ഇനി ജോസഫ് എന്ന് പറയുന്ന ആള് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ലോകം മുഴുവനും ഉള്ള സഭയിലെ ഒരു അംഗമായിട്ട് മാറും. വീട്ടുപേര് വ്യത്യാസമില്ല. അപ്പം അങ്ങനെ വീട്ടുപേര് മാറി വെള്ളാനിയിൽ നിന്നും വലിയ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ സഭയിൽ അംഗമായി തീരുമ്പോൾ നമുക്കറിയാം, ഈ ശിശു സഭയുടെ അംഗമായി തീരുന്നു. സഭയുടെ വരദാനങ്ങൾക്കും സഭയുടെ എല്ലാ അവകാശങ്ങൾക്കും ഉത്തരവാദിയായി അവകാശിയായി തീരുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ ചുമ്മാ വെള്ളാനിയിൽ കച്ചവടം നടത്തുന്നവരല്ല, ഈ കത്തോലിക്ക സഭയുടെ അവകാശിയായിട്ട് മാറുകയും എന്തെല്ലാം സഭയിലുണ്ടോ അതിൻ്റെ എല്ലാം അവകാശിയായിട്ട് ഈ കൊച്ചു മാറുകയും. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ സഭയിൽ കുടുംബത്തിലെല്ലാം ഒരു പേരായി കത്തോലിക്ക വിശ്വാസികളുടെ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള പേരായി. അപ്പം ആ രീതിയിൽ അവാഹം വരും.
സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെയും യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പാപമോചകമായ മാമോദിസായിൽ അമർത്തരുടെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധ മോറോൻ കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അപേക്ഷിതനാകുന്ന അങ്ങയുടെ മകനെ മിശിഹായുടെ രാജീയ പൗരോഗത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കരുതനെയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസായിലൂടെ പാവമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോസഫ് താമസമാക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ വിശുദ്ധ വസ്ത്രത്താൽ നിന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹാ നിനക്ക് മാർഗദീപകമായിരിക്കട്ടെ. മാമോദിസയിലൂടെ ദേവമാനായി തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് കാത്തിരിക്കുന്ന ഈ ശിശുവിന് വേണ്ടി കർത്താവെ ഞങ്ങളെ പ്രാർത്ഥന നടക്കണമെന്ന് അപേക്ഷിക്കാം. ാലിൽ പ്രാർത്ഥിക്കുന്നതാരും ശിശുലെന്ന പോലെ ഈ ദാസന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈന്യത്താൽ നിരനിഷ്ഠ നയിക്കാനും എല്ലാ സാഹചര്യങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഈ ശിശുവിനെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഈ ശിശുവിനെ ഇവരെ വളർത്തുന്ന മാതാപിതാക്കളെയും വിജയങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അനുഭവിക്കാൻ കൂടുതലാകും ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Thank you.
ജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യ ജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആവാ പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശ്വസ്ത ദാസനമായി ജീവിക്കുവാൻ ഇവനെ ശക്തമാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും ആത്മസംയമനവും സൗമ്യതയും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായി ജീവിതം നയിക്കുവാൻ ഈ ദാസനെ ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവന് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി ജോസഫ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. പാപങ്ങൾ നീക്കുന്ന ദിവ്യപുത്രനായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ യോസേഫിന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥരായ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെയും പ്രാർത്ഥന ഈ ശിശുവിനെ നിത്യം സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതനായ
വിശുദ്ധ യോസേപ്പിതാവിന്റെ ജീവിത മാതൃക ഇവനെ എന്നും വഴിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും അമൃതസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതനായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ കരവും നൽകി അവിടുന്ന് തന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കന്മാർക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.